നമസ്കാരം. ട്രൂവിഷൻ നാദാപുരം ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പാലസ് ഗോൾഡൻ ഡയമണ്ട്സ് OP കോംപ്ലക്സ് മെയിൻ റോഡ് കല്ലാച്ചി. ഹാപ്പി ആകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണ്ണമാകുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളം ഒരു ഭാഷ മാത്രമല്ല, കേരളത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചേർന്നതാണ് മലയാളം എന്ന് പ്രശസ്ത നിരൂപകനും രചയിതാവും പ്രഭാഷകനുമായ EP രാജഗോപാലൻ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളം ഒരു ഭാഷ മാത്രമല്ല എന്നുള്ളതാണ്. കേരളത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചേർന്നതാണ് മലയാളം. നമ്മുടെ നിഘണ്ടുവിൽ കാണുന്ന ഏതാനും വാക്കുകൾ മാത്രമല്ല, അക്ഷരമാല മാത്രമല്ല മലയാളം. കേരളത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെയും കുറിച്ച് കേരളീയർ ഉണ്ടാക്കിയെടുത്ത അരൂർ UP സ്കൂളിൽ ഓൺലൈനായി സംഘടിപ്പിച്ച കേരള പിറവി മലയാള ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രശസ്ത നിരൂപകനും രചയിതാവും പ്രഭാഷകനുമായ EP രാജഗോപാലൻ. നിഘണ്ടുവിൽ കാണുന്ന ഏതാനും വരികളോ അക്ഷരമാലയോ മാത്രമല്ല മലയാളമെന്നും കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് കേരളീയർ ഉണ്ടാക്കിയെടുത്ത ബോധത്തെയും അറിവിനെയും വികാരത്തെയും വിചാരത്തെയുമാണ് മലയാളമെന്ന് വിളിക്കുന്നതെന്നും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മലയാള ഭാഷയെന്നും അദ്ദേഹം പറഞ്ഞു. പുറമേരി ഗ്രാമപഞ്ചായത്ത് അംഗം P ശ്രീലത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടകര വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ CK വാസു കേരള പിറവി മലയാള ദിന സന്ദേശവും നൽകി. തങ്ങളുടെ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായി മാറിയതിൽ ഒരു സ്വകാര്യ അഹങ്കാരവും സന്തോഷവും ഉണ്ടെന്ന് നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ മൂന്നാംകുനി. നിങ്ങൾ പറയൂ, ജനം അറിയട്ടെ ട്രൂവിഷൻ ന്യൂസ് പരമ്പരയിൽ പ്രതികരിക്കുകയായിരുന്നു സഫീറ. ഏറെ വികസന നേട്ടങ്ങളുള്ള പഞ്ചായത്തിന്റെ തുടർച്ചയായിട്ടാണ് സഫീറ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞുവെന്ന് സഫീറ പറഞ്ഞു. പഞ്ചായത്തിലെ ഒരു തനത് പദ്ധതിയായ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിലെ ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ സാധിച്ചുവെന്നത് ഏറ്റവും വലിയ നേട്ടമായാണ് കണക്കാക്കുന്നത്. സാമ്പത്തിക ബാധ്യത വരുന്ന കിഡ്നി രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും സഹായം നൽകാൻ കഴിഞ്ഞു. പഞ്ചായത്തിന്റെ ഫണ്ട് ഉൾപ്പെടുത്താതെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഫണ്ട് സമാഹരിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. കഴിഞ്ഞ ഭരണസമിതിയുടെ തുടർച്ചയെന്ന നിലയ്ക്ക് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത് മാലിന്യ സംസ്കരണ പ്ലാന്റായിരുന്നുവെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഈയൊരു പ്രശ്നമൊഴികെ ജനങ്ങൾക്ക് മോശമല്ലാത്ത രീതിയിൽ എല്ലാവരുടെയും സഹായത്തോടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും സഫീറ കൂട്ടിച്ചേർത്തു. വിഷ്ണുമംഗലം പുഴയോരത്ത് വയോജന പാർക്ക്, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ബഡ്സ് സ്കൂൾ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിണർ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ സഫീറ മൂന്നാംകുനിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പൂർത്തീകരിച്ചു. MLA ഫണ്ട്, MP ഫണ്ട്, പ്രളയ ദുരിതാശ്വാസ ഫണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ സഹായം തുടങ്ങിയവ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായിട്ടുണ്ട്. വനിതാ പ്രസിഡന്റിനെ മറയാക്കി ഏറ്റവും വലിയ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത ഭരണസമിതിക്കാണ് നാദാപുരത്ത് UDF നേതൃത്വം നൽകിയതെന്ന് LDF പഞ്ചായത്ത് കൺവീനർ CH മോഹനൻ. നിങ്ങൾ പറയൂ, ജനം അറിയട്ടെ ട്രൂവിഷൻ ന്യൂസ് പരമ്പരയിൽ പ്രതികരിക്കുകയായിരുന്നു CH മോഹനൻ. 35 വർഷക്കാലമായി തുടർച്ചയായി UDF ഭരിക്കുന്ന പഞ്ചായത്താണ് നാദാപുരം ഗ്രാമപഞ്ചായത്ത്. ഈ കാലയളവിൽ ശാശ്വതവും ജനോപകാരപ്രദവുമായ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി UDFന് കഴിഞ്ഞിട്ടില്ലെന്ന് LDF പഞ്ചായത്ത് കൺവീനർ CH മോഹനൻ പറഞ്ഞു. ഈ കാലയളവിൽ വികസനം പരിശോധിക്കുമ്പോൾ 1978 കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി 5 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇന്നും ഗ്രാമപഞ്ചായത്തിൽ കാണപ്പെടുന്ന വികസനങ്ങളെന്ന് ട്രൂവിഷൻ ന്യൂസുമായി നടത്തിയ അഭിമുഖത്തിൽ CH മോഹനൻ വ്യക്തമാക്കി. അഴിമതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശൗചാലയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നിർമ്മാണ പ്രവൃത്തി. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 14 ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടുള്ള ശൗചാലയമാണ് പണിതിരിക്കുന്നത്. പ്രവർത്തനം കണ്ട് പരിശോധിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാകും ഈ സംഖ്യയുടെ പകുതി പോലും കെട്ടിടത്തിന് ചെലവായിട്ടില്ലെന്ന്. ഏറ്റവും വലിയ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്നിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പിടിവിടാതെ കോവിഡ് വ്യാപനം. നാദാപുരം പഞ്ചായത്തിൽ ഇന്നലെ 42 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ ഒരാൾക്കും വിദേശത്ത് നിന്നെത്തിയ 3 പേർക്കും സമ്പർക്കത്തിലൂടെ 38 പേർക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം ജില്ലയിൽ ഇന്നലെ 576 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിദേശത്ത് നിന്നെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരിൽ 8 പേർക്കുമാണ് പോസിറ്റീവായത്. 14 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 549 പേർക്കാണ് രോഗം ബാധിച്ചത്. മുന്നോക്ക സംവരണത്തിനെതിരെ കല്ലാച്ചിയിൽ SNDP യോഗം പ്രതിഷേധിച്ചു.
സംവരണം എന്നത് ദാരിദ്ര്യത്തെ സഹായിക്കാനുള്ള സാമ്പത്തിക സഹായ പദ്ധതിയല്ലെന്ന് മനസ്സിലാക്കണമെന്നും പാവപ്പെട്ടവരെ സഹായിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജുകളാണ് ഉണ്ടാക്കേണ്ടതെന്നും SNDP കല്ലാച്ചി ടൗൺ ശാഖായോഗം ആവശ്യപ്പെട്ടു. SNDP യോഗം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ജനസംഖ്യാ ആനുപാതിക പ്രാതിനിധ്യ അവകാശ ദിനാചരണത്തിന്റെയും സംവരണ സംരക്ഷണ പ്രതിജ്ഞയുടെയും ഭാഗമായി കല്ലാച്ചി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഹിന്ദു പിന്നോക്ക സമുദായ അംഗങ്ങളുടെ അർഹമായ പ്രാതിനിധ്യമാണ് മുന്നോക്ക സംവരണം നടപ്പിലാക്കിയതിലൂടെ ഓപ്പൺ മെറിറ്റിൽ നഷ്ടപ്പെട്ടു പോകുന്നതെന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും യോഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പ്രതിഷേധ പരിപാടിക്ക് SNDP യോഗം വടകര യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി സുകേഷ് കല്ലാച്ചി, M കേളപ്പൻ, ബാബു പാണ്ഡ്യന്റെ വിട, സുരേഷ് SR, കരുൺ, ലീല ടീച്ചർ, രേഷ്മ, കാഞ്ചന, വിമല എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക nadavarannews.in. Honey Special Cakes. Cakes made with love in each slice.